സൂപ്പർ ആയിട്ടുള്ള വീണ്ടും ട്വിസ്റ്റ്. ന്യൂസിലാൻഡിനെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചു. ന്യൂസിലാൻഡിന് ഇനി സെമി ക്വാളിഫൈ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാളെ വരെ കാത്തിരിക്കണം. അതായത് പാകിസ്ഥാൻ ശ്രീലങ്ക മാച്ച് കഴിയുന്നവരെ. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡിന് ഇന്നൊരു ഭേദപ്പെട്ട തുടക്കം കിട്ടിയെങ്കിൽ പോലും അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം കൊളംബോത്തെ പിച്ച് ഭയങ്കര സ്പിൻ ടേൺ ചെയ്യുന്നൊരു പിച്ചാണെന്ന്. അതുകൊണ്ട് ലിറ്ററലി എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് 159 ആയിരുന്നു അവരുടെ ടോട്ടൽ. അതൊരു കോമ്പറ്റീറ്റീവായ ടോട്ടലാണ് ആ ഒരു പിച്ചിൽ. സെക്കൻഡ് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനും നല്ല സ്ട്രഗിളിംഗ് സ്റ്റാർട്ട് തന്നെയായിരുന്നു. 8 റണ്ണിന് 2 വിക്കറ്റ് പോയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ ഫെയിലിയർ ആണ്. ഇന്ത്യക്ക് എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെയും ഓപ്പണിംഗ് ഒട്ടും ഒരു എഫക്റ്റീവ് അല്ല ഇത്രയും നാളായിട്ട്. എല്ലാ മാച്ചിലും ബട്ട്ലർ ഫെയിലിയർ ആണ്. ഫിൽ സാൾട്ട് ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്, പക്ഷേ ബട്ട്ലറിന് ഒരു മാച്ച് പോലും ഒരു എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. വിൻ പ്രഡിക്ടറിൽ 80% വിൻ കാണിച്ച ന്യൂസിലാൻഡിന്റെ അവസ്ഥ ലാസ്റ്റ് വെച്ച് പരങ്ങളായി പോയി. വിൽ ജാക്സ് ആൻഡ് റഹാൻ അഹമ്മദ് കിട്ടിയില്ല ഒരു പാർട്ട്ണർഷിപ്പ്. 14 ബോളർ 39 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് അങ്ങ് സെറ്റ് ചെയ്തു. അതുകൊണ്ട് അവർ ഈസി ആയിട്ട് അങ്ങ് ജയിച്ചു. എന്തായാലും ഇങ്ങനെ ക്ലോസ് മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. സൗത്ത് ആഫ്രിക്കയ്ക്ക് ശേഷം ഒരു സെറ്റ് ടീമായിട്ട് മാറിയത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ഈ ഒരു വേൾഡ് കപ്പിന് തുടക്കം മുതൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജയിച്ച് വന്നെങ്കിൽ പോലും ഈ ഒരു സൂപ്പർ 8 അവരുടെ എല്ലാ കളികളും കിടുവായിട്ടാണ് എനിക്ക് തോന്നിയത്. സെമിയിൽ ഏത് ടീമാണോ അവരോട് മുട്ടാൻ പോകുന്നത്, ഏതർ ഇന്ത്യ ഓർ വെസ്റ്റ് ഇൻഡീസ്, 2 ടീമിനും ഈസി ആയിരിക്കില്ല ഇംഗ്ലണ്ട്. ഈ ഒരു ടൂർണമെന്റിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ട് ഞാൻ പറയും വിൽ ജാക്സ്. എനിക്കറിയില്ല, ആരും പുള്ളിനെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നത് കേൾക്കുന്നില്ല. 4 പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എല്ലാ മാച്ചിലും ശരാശരി പുള്ളി ബോളിംഗ് ചെയ്യുന്നുണ്ട്, ഒരു 25 റൺസിന് മേലെ എടുക്കുന്നുണ്ട്. എല്ലാ കളികളിലും ശ്രദ്ധിച്ചാൽ മതി. ഇന്നും കളിച്ചു, അതും മാച്ച് വിനി നോക്സ് ഒക്കെയാണ് പുള്ളി കളിച്ചിട്ടുള്ളത്. ഇനി ന്യൂസിലാൻഡിന്റെ സെമി പ്രതീക്ഷയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നാളെ ശ്രീലങ്ക പാകിസ്ഥാൻ മാച്ച് എങ്ങനെ എഫക്റ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാന് സെമിയിൽ എത്തണമെങ്കിൽ നാളെ 65 റൺസിൻ്റെ വിജയമോ ഇനി ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സ്കോർ 13 ഓവറിൽ ജയിക്കുകയോ ചെയ്യണം. ഏത് സ്കോറാണെങ്കിലും ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓക്കെ, എങ്കിൽ മാത്രമേ ന്യൂസിലാൻഡിൻ്റെ കറണ്ട് റൺ റേറ്റ് വെട്ടിച്ചിട്ട് പാകിസ്ഥാന് സെമിയിൽ എത്താൻ പറ്റുള്ളൂ. പാകിസ്ഥാന് ജസ്റ്റ് ഒരു വിജയമാണെങ്കിൽ നാളെ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂസിലാൻഡ് ക്വാളിഫൈ ആവും. എന്തായാലും എക്സൈറ്റിംഗ് ആണ്. നാളെ കാണാം.